ഇന്ത്യയിലിപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയയിലെ പാർട്ടി, അതായത് CJPയുടെ വക്താവ് കേരളത്തിൽ നിന്നുള്ള ഇഷ മറിയം ഹാരിസ് കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയ മദനിയുടെ അടുത്ത ബന്ധുവാണെന്നാണ് അറിയാൻ കഴിയുന്നത്. സാർ, അപ്പോൾ ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളടക്കം? അങ്ങനെ പറയാൻ പറ്റുമോ? മദനിയുടെ ഭാര്യയുടെ അടുത്ത ബന്ധു എന്നാണ്. സംശയമൊന്നുമില്ല, കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചത് മദനിയാണ്. പക്ഷേ മദനി ഇപ്പം രംഗത്തില്ല. മദനി ഇപ്പം വളരെ ശാന്തനായി. റിട്ടയർഡ് ഗുണ്ടാന്നൊക്കെ പറയുമ്പോൾ റിട്ടയർഡ് തീവ്രവാദിയാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം സ്വന്തം അതിജീവനമാണ്. ശാരീരികമായിട്ടുള്ള അതിജീവനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ വിഷയം. അദ്ദേഹത്തിൻ്റെ ജയിൽവാസം എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ ഒരു കണക്ഷനിലേക്ക് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ കുട്ടി ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പാണ് മദനി കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ വിതറിയതും അതിനെ തഴച്ചു വളർത്തിച്ചതും അതിൻ്റെ തന്നെ ശിക്ഷ അതിൻ്റെ തന്നെ ഒരു പിന്നീടുള്ള അനുഭവമാണ് ഇപ്പോഴുമുള്ള മദനിയുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയും ഈ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അതേസമയം ഈ പാർട്ടിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ ഇപ്പം ആ കുട്ടി ഇപ്പം ഇവിടെ ഈ ചാനലുകളിലൊക്കെ കാണാറുണ്ട്. വേറൊരു വക്താവുമുണ്ട്, ഫ്രെഡി ഫ്രാൻസിസ്. അത് മുമ്പേ നമുക്ക് അറിയാവുന്നതാണല്ലോ, ആളെന്താണ്, പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ജെൻസികളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കുട്ടിയും ജെൻസി തന്നെയാണെന്ന് തോന്നി, ഇഷ മറിയം ഹാരിസ് അല്ലേ? അതെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ പുതിയ വ്യക്തികളൊക്കെ ഇങ്ങനെ ഉയർന്നു വരും. ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ജനശ്രദ്ധയിലേക്ക് വരും. അതിൽ ചിലരൊക്കെ ഈ പറഞ്ഞതുപോലെ ചില വീക്ഷണമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിലനിൽക്കും. പക്ഷേ ഈ കോക്രോച്ചിൻ്റെ അകത്ത് അങ്ങനെയൊന്നും യാതൊരു പേടിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്രോച്ചിൻ്റെ അല്ലെങ്കിൽ CJPയുടെ അഭിജിത്തിനെ എടുത്ത് നോക്കിയാൽ തന്നെ, അദ്ദേഹമാണല്ലോ തുടങ്ങിയ അഭിജിത്ത് ദീക്കയാണല്ലോ. ഈ അഭിജിത്ത് ദീക്ക, അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുള്ളത് 10-30 വയസ്സിന് മേലുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള പോലെ ഒരു പുതിയ ഒരു ആശയമില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരകനായിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. സോഷ്യൽ മീഡിയയുടെ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ മീം ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള സാങ്കേതിക ജ്ഞാനം, നന്നായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷിയുണ്ട്. പക്ഷേ യാതൊരു വിധമായിട്ടുള്ള പുതിയ സർഗാത്മകമായ ചിന്തയോ പുതിയ ചിന്തയെന്ന് പറയുമ്പോൾ തന്നെ സർഗാത്മകമാണ്. അത് ലെവലേശം അദ്ദേഹത്തിനില്ല. കാരണം അത് നിലവിലുള്ള ഈ വയസ്സ് എന്ന രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച രാഷ്ട്രീയ ഒരു ധാരയുണ്ട്. ആ ധാര തന്നെയാണ് ഇപ്പോഴും നമ്മളെല്ലാവരും തുടരുന്നത് തന്നെ. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഈ അഭിജിത്തിനെയും അതുപോലെ ഈ കോക്രോച്ച് സംഘങ്ങളെയും കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഇഷ മറിയം ഹാരിസിൻ്റെ സംഭാഷണവും ഞാൻ കേട്ടു. അതും അതിൻ്റെ ഒരു തുടർച്ച മാത്രമേ കാണുന്നുള്ളൂ. ഒരു വ്യത്യസ്തമായിട്ട് ഇത് കാണുന്നില്ല. ഇത് ജെൻസിയുടെ മുഖ്യധാരയാണോ എന്ന് ചോദിച്ചാൽ മുഖ്യധാരയാണ്. പക്ഷേ എന്നാൽ യഥാർത്ഥ ജെൻസി ഇതാണോ? അല്ല. യഥാർത്ഥ ജെൻസി എന്ന് പറയുന്നത് ഇപ്പോൾ 2 കോടിയിലേറെ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ, ഈ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ യഥാർത്ഥ ജെൻസികളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമൂഹമാണ്. ഈ ചെറിയ സമൂഹമാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചത്. 2 കോടി ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 50% പാകിസ്ഥാനിൽ നിന്ന്, 14% ബംഗ്ലാദേശിൽ നിന്ന്, 15% അമേരിക്കയിൽ നിന്ന്, 9% ഇന്ത്യൻ ജെൻസി ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ ജെൻസിയുടെ നമ്പർ ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞു തന്നത് അതല്ല. അതെവിടെ നിന്നും ആയിക്കോട്ടെ, ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും ഇത് ആയിക്കോട്ടെ. പക്ഷേ യഥാർത്ഥ ജെൻസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിതിനെ എന്തുകൊണ്ടാണ് ഇതിനെ സ്വാഭാവികമായിട്ടും തൽപര കക്ഷികൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. വിദേശ ശക്തികൾ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളൊക്കെ ഈ ഒരു അവസരം ഉപയോഗിക്കും. അത് നാച്ചുറലാണത്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. നിലവിലുള്ള ജിയോ പൊളിറ്റിക്സിലൊക്കെ അത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. പക്ഷേ ഇതിനെ ഇന്ത്യയിൽ ആർക്കും ഇതിനെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പുത്തൻ ആശയം മുമ്പോട്ട് വയ്ക്കുക എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണ്ട സംഗതിയാണ്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അത് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഒന്ന് പുതിയ ആശയമായിരുന്നു. അത് പുതിയ ആശയമല്ല, അതാണ് പറ്റിയ പ്രശ്നം. പക്ഷേ സമരം വിജയിച്ചില്ലേ? പക്ഷെ എവിടെ എത്തി? എത്തിയില്ല. അവിടെയാണ് അതിനകത്ത് പുതിയ ആശയം, ഭരണമാറ്റം ഉണ്ടായി. പുതിയ ആശയം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിരിക്കണം. അതിനാണ് പുതിയതെന്ന് പറയുന്നത്. പുതിയതെന്ന് പറയുന്നത് എപ്പോഴും പുതിയതായിരിക്കണം.
അല്ലാതെ പഴയതിൻ്റെ ആവർത്തനമാവരുത്. നമ്മളെല്ലാവരുടെയും ജീവിതം ഈ ആശാഘോഷയായി കുട്ടിക്കുഴഞ്ഞ് ആശാഘോഷയാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിൻ്റെ ആവർത്തനമാണ് നമ്മളെപ്പോഴും പുതിയതായിട്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുവിധു പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ഓടുന്നില്ല സംഗതി. ഇപ്പം മധുവിധു 8-10 വർഷം കഴിഞ്ഞ് പ്രണയിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് മധുവിധു കഴിഞ്ഞ് നേരെ ബാലിയിലോ അതല്ലെങ്കിൽ പിന്നെ തായ്ലൻഡിലോ അതുപോലുള്ള എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നേരെ കുടുംബ കോടതിയിൽ പോയി ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയതുപോലെ പണ്ട് ആ സിസ്റ്റം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു, മനസ്സിലല്ലേ? അതൊരു ലെവലിൽ ജീർണിക്കുന്നത് എന്തോ അഴുകുമല്ലോ, ആ അഴുകലിൻ്റെ ഒരു ഭാവം കൂടിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോഴും നമ്മൾ ആ പഴയതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് വിടാൻ പറ്റുന്നുണ്ടോ? അതില്ല. എന്നാൽ പുതിയതിലേക്ക് വരാൻ പറ്റുന്നോ? അതുമില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കിടയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെ, അത് വേറൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതേ വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ജെൻസികളെയും ബാധിച്ചിരിക്കുന്നത്. ഈ ജെൻസികളെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന 2.25 കോടി ഫോളോവേഴ്സ് എവിടെ ആയിക്കോട്ടെ, അത് ഈ മുഖ്യധാരയായിട്ട് കാണാം ജെൻസിയുടെ. പക്ഷേ ഈ മുഖ്യധാര എന്ന് പറയുന്നതല്ല, ഇവർ മാത്രമല്ല ജെൻസികൾ, ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇതുപോലെ യുവാക്കൾ കഴിഞ്ഞ 2-2.5-3 ദശകങ്ങളായിട്ട് 20-30 ഇടയ്ക്കുള്ള യുവാക്കൾ ലോകത്തെ മാറ്റിമറിച്ച സംഭവം വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ലോക സമ്പദ് വ്യവസായം നിയന്ത്രിക്കുന്നവരാണ്, മനസ്സിലായി? 24 വയസ്സുള്ള ഒരു യുവാവിനെയാണ് മാർക്ക് സക്കർബർഗ്, ആ യുവാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് അമേരിക്കക്കാരൻ തന്നെയാണ്, യുവാവിനെയാണ് ഇന്ത്യൻ റുപ്പി 900 കോടി റുപ്യ കൊടുത്തിട്ട് ഒരു വർഷത്തേക്ക് ഫേസ്ബുക്കിൽ സക്കർബർഗ് കൊണ്ടുപോയിരിക്കുന്നത്. 24 ഇയേഴ്സ് ഉള്ളി. അപ്പം ഞാൻ 900 കോടി എന്ന് പറഞ്ഞാൽ രൂപയുടെ കൊണ്ട് കണക്കാക്കുകയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ കയ്യിലിരിക്കുന്ന ക്രിയേറ്റീവ് കേപ്പബിലിറ്റിക്ക് ആ വാല്യൂ ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ളൊരു ചെറിയൊരു സമൂഹം ഈ ജെൻസികളുടെ ഇടയിലുണ്ട്, ഇവിടെയുമുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അവരിതിനകത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. അവർ ഈ കോക്രോച്ചൊക്കെ കണ്ട് തള്ളിവിടുന്നതല്ലാതെ അവരുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ കാണാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നുണ്ട് അവരൊക്കെയാണ് ഈ കുട്ടികൾ ഈ പുതിയ എഐയും മറ്റ് സംഗതികളൊക്കെ പടച്ചുവിടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഥോസ് എന്ന് പറയുന്ന ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് മിഥോസ് ഇറക്കി. പക്ഷേ ഒരു 40 പേരുടെ കയ്യിൽ മാത്രമേ സർക്കുലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബാക്കിയുള്ള ഈ രംഗത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് കമ്പനികളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കാര്യം എന്താ? അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോകം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള രീതിയിലുള്ള ഒരു AI മോഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ ജെൻസികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മിനിസ്ക്യൂളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷമായിട്ടുള്ള ജെൻസികൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഈ മെയിൻ സ്ട്രീം ആയുള്ള ആൾക്കാർ ഈ അവരുടെ മുതിർന്നവർ ചെയ്ത് അതേ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. കറപ്ഷനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ കറപ്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ ഈ ജെൻസികൾ, ഈ ചെറിയ ജെൻസി ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും, അവർക്കറിയാം. കാര്യം കറപ്ഷനെതിരെ പോരാടിക്കൊണ്ടിരുന്ന കറപ്ഷൻ കൂടും. പെട്ടെന്ന് ചിലപ്പോൾ കറപ്ഷനൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നിരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ ഇൻ ഡ്യൂ കോഴ്സ് കറപ്ഷൻ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു പുതിയ ആശയം വയ്ക്കുന്നുണ്ടോ? ഇപ്പം നീറ്റ് പരീക്ഷ, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് BJPക്കാണ്. കാര്യം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈ യുദ്ധകാലഘട്ടത്തിൽ BJP ഇപ്പം പെട്രോളിൻ്റെ വില കൂടി, അല്ലേ? അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ഹോട്ടലുകളിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അല്ലാതെ തന്നെ നേരിടുന്നുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ആവിയായിട്ട്, ആ ഫ്രസ്ട്രേഷനൊക്കെ ആവിയായിട്ട് അങ്ങ് പോകും. ഈ പെട്രോൾ വിലയുടെ വർധന പോലും ഈ കോക്രോച്ചിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ശ്രദ്ധിച്ചത്? അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇപ്പോൾ BJPക്കാണ്. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോകം മുഴുവൻ കോക്രോച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് സംഗതികൾ വേണമെങ്കിലും നടപ്പിലാക്കാവുന്നൊരവസ്ഥയുണ്ട്. ഇത് ഒരു പുതിയ ആശയമില്ല എന്നുള്ളത് ഇപ്പം അഭിജിത്ത് ദീപ്കയുടെ വാക്കുകളായിട്ട് അറിയാം. ഇപ്പോൾ നീറ്റിൻ്റെ ഇത് പരീക്ഷയുടെ ക്രമക്കേടിൽ വന്നിട്ട് മന്ത്രി രാജിവെക്കണം, അല്ലേ? പിന്നെ അതേപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ പുതിയ തസ്തിക എടുക്കരുത്, ഇങ്ങനെയുള്ള അരുത് ഇന്നത് വേണം. ഇതല്ലാതൊരു സംഗതി മുമ്പോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ആം ആദ്മിക്കും പറ്റിയ പ്രശ്നം ഇത് തന്നെയാണ്, കറപ്ഷനെതിരെ. എന്ന് വെച്ചാൽ തങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബേസ്ഡ് ഉണ്ടാവുമല്ലോ.
അഴിമതി ഉണ്ടാവുമല്ലോ, അത് തൂത്തുവരാൻ ഞങ്ങൾ. മനസ്സിലായോ? അവിടെയാണ് പ്രസ്ഥാനങ്ങൾ തകർന്നു പോകുന്നത്. ആം ആദ്മി പാർട്ടിക്ക് പറ്റിയ അപകടം അതാണ്. അത് തട്ടിപ്പായിരുന്നു സാധനം. കാര്യം ഗാന്ധിജിയുടെ ഒരു ചെറിയ സ്മരണ തട്ടി ഉണർത്തുക ഇന്ത്യൻ ജനമനസ്സുകളിൽ, അത് ഉറങ്ങിക്കിടപ്പുണ്ട് സാധനം. അണ്ണാ ഹസാരെ കൊണ്ടുവന്നു, ഗാന്ധി തൊപ്പി, അരവിന്ദ് കെജ്രിവാളും ഗാന്ധി തൊപ്പിയൊക്കെ ഇട്ട് കുറച്ച് നമ്പരൊക്കെ കാണിച്ച് ലോകം മുഴുവൻ ഒരു വേറൊരു ഉണർവിലേക്ക് വരുന്നത് തോന്നലുണ്ടാവുന്നു. ജനമെല്ലാം നാട് മുഴുവൻ ഇപ്പം അണ്ണാ ഹസാരെ എന്നുള്ള പിള്ളേരെ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? എവിടെ പോയി? അതിൻ്റെ കാരണം വെച്ചാൽ ക്രിയേറ്റീവ് അല്ല, അതിൻ്റെ സിമ്പൽ ചൂലാണ്. മറ്റുള്ളവരുണ്ടാക്കുന്ന അഴുക്ക് തൂക്കുക എന്നുള്ള ഞങ്ങളുടെ ജോലി. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെ ക്രിയേറ്റീവ് ആകാൻ പറ്റും? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആശയം, പുതിയൊരു പിന്നെ ഒരു 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 ചിന്ത, ഇത് പ്രസരിപ്പിക്കുന്ന ഒരു സംഗതി മുമ്പോട്ട് വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ ജെൻസിയുടെ അതിനെയാണ് സൂക്ഷിക്കേണ്ട സംഗതി. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ അതിപ്പോൾ സംഭവിക്കുന്നത് ടെക്നോളജിയുടെ രംഗത്താണ്. ഇപ്പം ഞാൻ പറയില്ലേ, മിഥോസ് 40 കമ്പനികളുടെ മാത്രം 40 അത്രയുള്ള കമ്പനികളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതേപോലെയുള്ള ഒരുപാട് വണ്ടർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്ന് നമ്മുടെ കൊച്ചിയിലും കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്. അവരുടേതായ മേഖലയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോക്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ശല്യമായിട്ട് തന്നെ മാറും സാധനം. അല്ലാതെ ഇപ്പം ശശി തരൂർ പറയുന്നത് പോലെ ഇതിനെ കോൺഗ്രസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ്, അതിനും പുതിയ ആശയം വേണ്ടേ? ഈ ജെൻസിയുടെ ഇമാജിനേഷനെ ക്യാപ്ചർ ചെയ്യാൻ ഞാനവർ മോശക്കാരെന്ന് പറയുകയല്ല. ഈ ജെൻസിയിൽ ആ എനർജി ഉണ്ട്. ആ എനർജിയെ ക്രിയേറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ ശേഷിയുള്ള ചിന്താശേഷിയുള്ള നേതാക്കന്മാരോ വ്യക്തികളോ ഉണ്ടാവണം. അതില്ലാത്തതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനത്തിരിക്കുമായിരുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷത്തിനൊന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ അഭാവമാണ്, സർഗാത്മകതയുടെ അഭാവമാണ്. അപ്പോൾ ഞാൻ ശശി തരൂർ പറഞ്ഞ നല്ല കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ശക്തികൾ മുതലെടുക്കും. അപ്പോൾ അതിനെയൊക്കെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ രാഷ്ട്രവും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കാണേണ്ടതുണ്ട്. അവന് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇഷ മറിയം ഹാരിസ്, അപ്പോൾ ആ കുട്ടിയൊക്കെ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഈ കുട്ടിയൊക്കെ സ്വമേധയാ മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്ന അവരുടെയൊക്കെ ഉള്ളൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തെ സർഗാത്മകമായി തിരിച്ചുവിടാനുള്ള ഒരു പൊതു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. സാർ, ഇവരുടെയൊക്കെ ഊർജ്ജം തിരിച്ചുവിടാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ കൂടെ ഹൈജാക്കി ഇത് ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിൽ കൊടുത്ത് ഇവരെല്ലാം കൂടെ ഈ ആൻറ്റി നാഷണലായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. പക്ഷെ അതാണ് പറഞ്ഞത്, ക്രിയേറ്റീവ്, നിങ്ങൾക്ക് ഒരു എനർജിയേ ഉള്ളൂ. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലേ? ഉദാഹരണത്തിന് ക്രിയേറ്റീവ് എനർജിയുടെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ മുമ്പിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് നോക്കിയാൽ മതി, അല്ലേ? എന്തെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് AI, ജെമിനൈ, ഗ്രോക്ക്, ക്ലോഡ് AI, ഇതെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ ഉദാഹരണങ്ങൾ. നമ്മുടെ കൈവെള്ളയിലിരിക്കുക, കൈവെള്ളയിൽ ലോകം കൈവെള്ളയിലേക്ക് പോകുന്ന ക്രിയേറ്റിവിറ്റിയാണ്. അതേ സമയത്ത് അതേപോലുള്ള ക്രിയേറ്റീവ് എനർജിയാണ് അത് ഡിസ്ട്രക്റ്റീവായി. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതാണ്. ലോകത്തിൻ്റെ മുഴുവൻ പോലീസുകാർ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഉദ്ധരിച്ചു നിന്ന അഹങ്കാരത്തെയാണ് ഒരായുധം പോലും ഇല്ലാതെ അമേരിക്കക്കാരൻ്റെ തന്നെ പ്ലെയിൻ തട്ടിയെടുത്ത് പേപ്പർ നൈഫ് ഉണ്ട് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അമേരിക്കയ്ക്ക് ആ ഒരു ഫോളിൽ നിന്ന്, ആ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തി നേടിയിട്ടില്ല. അത് ക്രിയേറ്റിവിറ്റിയാണ്. ഏതോ ഒരു നിമിഷത്തിൽ ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് പൊട്ടിവീണ ഐഡിയ ആണ് ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ട് ഇടിച്ച് തകർക്കുക എന്നുള്ള സാധനം. അത് ക്രിയേറ്റിവിറ്റിയാണ്, പക്ഷേ അത് ഡിസ്ട്രക്റ്റീവ് ആയിപ്പോയി. ഇതേപോലുള്ള ക്രിയേറ്റീവ് ഐഡിയാസാണ് ഓരോരോ, ഇപ്പം ഐൻസ്റ്റീൻ, അല്ലേ? അതേപോലെ തന്നെ ആർക്കമിഡീസ്, ഇതൊക്കെ ഈ ഒരു ഇതുപോലെ ഇത് ക്രിയേറ്റീവായിട്ടുണ്ടാകുന്ന മൊമെൻറ്റുകളിലുണ്ടാകുന്ന സംഗതിയാണ്. അത്തരത്തിലുള്ള ഇമാജിനേറ്റീവായിട്ടുള്ള വ്യക്തികൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്കും ഓരോ സമൂഹത്തിലേക്കും ഉയർന്നു വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. ഉദാഹരണത്തിന് അബ്ദുൽ നാസർ മദനി, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിനിടയിൽ അയാളുടെ ചെറുപ്പകാലത്ത് ഇത്രയും ഊർജവും മലയാള ഭാഷ ഇത്രയും മനോഹരമായിട്ട് ശില്പഭംഗിയോട് ഉപയോഗിക്കുന്ന ഒരു പ്രാസംഗികനെയും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അന്ന് അഴീക്കോട് മാഷ് കത്തി നിൽക്കുന്ന സമയമാണ്.
അരിക്കോട് മാഷിന് കണക്കല്ല, ശില്പിയെ പോലെയാണ് ഭാഷ പണിഞ്ഞുകൊണ്ട് ഈ മദനി അന്ന് പ്രസംഗിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെ കയ്യിൽ നിന്ന്, അന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരന്ന് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് ഈ കാസറ്റിൽ എനിക്ക് കേൾക്കാൻ തന്നു. ഞാനൊരു മുസ്ലിം ആണെങ്കിൽ, ഞാൻ മരിച്ചു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, മരിച്ചു കിടക്കുന്നതിൽ ചെറിയൊരു ജീവൻ അംശം മതി, ഞാൻ ചാടി എഴുന്നേറ്റ് വാളെടുക്കും. ആ ഊർജ്ജമായിരുന്നു. അതാണ് ശരിക്കും കേരളത്തിൽ ഇത്രയും തീവ്രവാദത്തിന് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് ഊർജ്ജം സർവനാശത്തിനാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഡിസ്ട്രക്റ്റീവ് ആയിപ്പോയി. മറിച്ച് മദനിയുടെ ആ ഊർജ്ജത്തെ, അയാളുടെ പഠനശേഷിയെ, അയാളുടെ ആ ഒരു ചാതുര്യത്തെ, ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, ക്രിയേറ്റീവ് ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മാറുമായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കോക്രോച്ചിനെയും ഇതിനെ കാണുമ്പോൾ ഇത് ക്രിയേറ്റിവിറ്റി തീരെയില്ല, സർഗാത്മകത തീരെയില്ല ഈ കോക്രോച്ചിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനുള്ള അനുകൂലമായ സാഹചര്യം. ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ അങ്ങ് പോകും.